നമസ്കാരം. ബിഗ് ബോസ്. ഇന്ന് അനുമോൾക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള. അതായത് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കി കൊടുക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അനുമോളെയാണ്. നന്നായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന, ഇന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും. ആരെയും ഉപദേശിക്കാനൊന്നും പോകണ്ട, അല്ലാതെ തന്നെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ പോകുന്ന ഒരു അവസരം അനുമോൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ നന്നായിരുന്നു. ആരെയും ചീത്ത വിളിക്കാതെ അല്ലെ വൃത്തിയായിട്ട് സന്തോഷത്തോടെ ഉത്തരാദിനത്തിൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അനുമോൾക്ക് സാധിച്ചാൽ അത് അനുമോൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ രേണുസുതി 2-3 ദിവസമായിട്ട് പലരും പറയുന്നുണ്ട്, ആദ്യത്തെ 2-3 ദിവസം ബുധനാഴ്ച വരെ കുഴപ്പമൊന്നുമില്ല, വ്യാഴം വെള്ളി ആകുമ്പോഴത്തേക്ക് രേണുസുതി കരച്ചിൽ തുടങ്ങും. കാരണം എവിക്ഷൻ ആവാറായല്ലോ. അപ്പം അവർക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ടാസ്കിനകത്ത് ഈ തൊപ്പിയുടെ ഈ ഒരു ഗെയിമിനകത്ത് ഇമ്മ്യൂണിറ്റി പവർ, അല്ലെങ്കിൽ എവിക്ഷൻ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാനുള്ള, അങ്ങനെ 2-3 ഓപ്ഷൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഏതാ, ചേച്ചിക്ക് എപ്പോഴും പിള്ളേരെ കാണണം എന്നാണല്ലോ, അപ്പോൾ ചേച്ചി വീട്ടിൽ പോകണം എന്നായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരണം എന്നായിരിക്കുമല്ലോ പറയുന്നത്. ചോദിച്ചു പറയും, ഓ അത് 100 ദിവസം കഴിഞ്ഞാലും കാണാമല്ലോടാ. ഞാൻ അപ്പം ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണോ? ഓ ഞാനിപ്പോൾ ആരെ നോമിനേറ്റ് ചെയ്യാനുണ്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇമ്മ്യൂണിറ്റി ആണോ? അപ്പോൾ 3 ആഴ്ച എവിക്ഷൻ വരാതിരിക്കാനുള്ള പവറാണ് ഇമ്മ്യൂണിറ്റി പവർ, അതായിരിക്കുമോ സെലക്ട് ചെയ്യുന്നത്? പിന്നെ തീർച്ചയായിട്ടും അതായിരിക്കും. അപ്പം രേണുസുധിയുടെ ഒരു പ്ലേ ആണിത്. അപ്പൊ പുള്ളിക്കാർ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അത് ഇതേ കാര്യം പ്രവീൺ അത് സാബുമാനോട് എന്ന് പറയുന്നുണ്ട്, സാബുമാൻ മറ്റാരോടൊക്കെ പറയുന്നുണ്ട്. കാരണം അങ്ങനെ അവർ പറഞ്ഞ് ഭയങ്കരമായിട്ട് അത് പൊട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. തമാശയായിട്ട് തന്നെ എഴുതാക്കിയിട്ടുണ്ട് രേണുസുധിയുടെ ആക്ഷൻ. പിന്നെ ഈ തൊപ്പിയുടെ ആണെങ്കിലും ഏതൊരു ഫിസിക്കൽ ടാസ്ക് വന്നാലും രേണുസുധിക്ക് തീരെ വയ്യ. അവർ ഫിസിക്കലി ഒട്ടും ഫിറ്റ് അല്ല. അത് അക്ബറും ഷാനവാസും ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഗെയിമിനകത്ത് അത്രയെങ്കിലും ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അത് അവർ തന്നെ പറയുന്നുണ്ട്, ടോയ്ലറ്റ് വരെ ഓടി അവിടെ പാത്തിരിക്കാൻ പറഞ്ഞാൽ പോലും അവിടെ വരെ ഓടാനുള്ള കെൽപ്പ് പോലും രേണുസുധിക്കില്ല. അതുകൊണ്ട് അവർക്ക് നല്ലൊരു കണ്ടസ്റ്റന്റിനെയാണ് കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും അക്ബറും ഷാനവാസും ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നും നാളെയും ഉണ്ടോന്നറിയില്ല, ഇന്നൂടെ ഉള്ളൂന്നറിയില്ല. ഇന്ന് ആദ്യത്തെ ദിവസം ഒരു തൊപ്പിയായിരുന്നു, ഇന്നലെ 2 തൊപ്പിയായിരുന്നു, ഇന്നിനി 3 തൊപ്പിയാണോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം. ഇപ്പൊ ഗെയിം ഇതുവരെ നടന്നിട്ടില്ല. ഇന്നത്തെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അനുമോൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. രേണുസുധി ഇന്നലെ ഉപദേശിക്കുന്ന വൈകിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അനുമോളുടെ കാര്യം. ഇന്നും വൈകുന്നേരം ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ഉപദേശിക്കും. അപ്പോൾ സ്ക്രീന് ഉറപ്പായിട്ടും ക്യാമറ സ്പേസ് കിട്ടും. അതിനുവേണ്ടിയുള്ള ഒരു ഗെയിമും ഒക്കെ അനുമോൾ കളിക്കുന്നുണ്ട്. ഇന്നലെ മിണ്ടാത്തതും പറ്റാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ജയിലിൽ കയറിയപ്പോൾ മാത്രമാണ് അനുമോൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത്. ജിസേൽ പറയുന്ന ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ ജിസേൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനുമോൾ അതൊന്നും പുള്ളിക്കാരി ചെവിക്കൊണ്ട് പോലും കേൾക്കുന്നില്ല. എപ്പോഴും പുള്ളിക്കാരുടെ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന രീതിയിൽ ഇരിക്കുകയാണ്.